ഓരോ സംസ്ഥാനം തിരിച്ചുള്ള ഒരു കണക്കിലേക്ക് പോകാൻ ഈ ബഡ്ജറ്റിൻ്റെ ഇപ്പോഴ് സാധ്യമല്ല. കാരണം ബഡ്ജറ്റ് സഭയ്ക്കകത്ത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു. അതിൻ്റെ കോപ്പി എം പിമാർക്കെല്ലാം കൊടുത്തു എന്നല്ലാതെ അതിൻ്റെ ഓരോ സംസ്ഥാനത്തിനുള്ള വീതത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനുള്ള ഒരു സമയമായിട്ടില്ല. അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച തൊട്ട് ബഡ്ജറ്റിൻ്റെ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും. ഇൻകം ടാക്സിനെ കുറിച്ച് അതിനൊരു പ്രത്യേക ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് സഭയ്ക്കകത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബഡ്ജറ്റ് നിരാശാജനകമാണെന്ന് കോൺഗ്രസ് പറയാൻ കാരണം ഇതിനകത്ത് ഉള്ള പ്രഖ്യാപനങ്ങൾ. ഇപ്പോൾ ഒരു പ്രഖ്യാപനമാണ് അവരെ ഉയർത്തി കാണുന്നത്. 10 ലക്ഷം ഇൻകം ടാക്സിൻ്റെ ഇത് 12 ലക്ഷമായി പരിധി ഉയർത്തി. ആ പരിധി ഉയർത്തി എത്ര പേർക്കാണ് ഇത് ബാധകമാകുന്നതെന്നുള്ള കാര്യം നമ്മളിതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ബഡ്ജറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതാണ് ബീഹാറിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 400+ കിട്ടുമെന്നാണ് ഗവൺമെൻറ് കൊട്ടിഘോഷിച്ചത്. പക്ഷേ 240 എം പിമാരിലേക്ക് ചുരുങ്ങി. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെയും പിന്തുണയില്ലാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ആ 2 മുഖ്യമന്ത്രിമാരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് വന്നിട്ടുണ്ട്.